വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭനെ കൊന്നതാണെന്ന വെളിപ്പെടുത്തൽ. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കടക്കരപ്പള്ളിയിലെ ദല്ലാളുടെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. കടക്കരപ്പള്ളി സ്വദേശിനിയോടാണ് ദല്ലാളായ സോഡ പൊന്നപ്പൻ കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുൻപ് നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി. ഒരു ചുക്കുമില്ലായിരുന്നു, ഈ പ്രായങ്ങളുടെ ഒന്നുമില്ലായിരുന്നു. ഒരു 5 വയസ്സായി ഒന്നും ഇല്ല എന്നുള്ളവരെ എനിക്കറിയാം. നടക്കില്ലായിരുന്നു. ആ സെബാസ്റ്റ്യൻ ഇവനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ പ്രാങ്കൾ വീട്ടിൽ വന്നു. പൊന്നം പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞതാണ്. നിങ്ങൾ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും വിറ്റ് ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്ന ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിൽ ബാത്റൂമിലിട്ട് അടച്ചു. ദേവനും ഉണ്ടായില്ല. പിന്നെ നമ്മളതിനകത്ത് അങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. വീടെന്ന് പറയാൻ ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അതേസമയം ദല്ലാൽ സോഡ പൊന്നപ്പൻ വിവരങ്ങൾ പങ്കുവച്ച ശശികല ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു? അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടിൽ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ. പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. പെണ്ണിനെ അറിയുക, നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ്. അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി സഹവസിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അവൾ നല്ലോണം മദ്യപിക്കണതാണ്, കൊള്ളിയല്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേർ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു. പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ് അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അല്ലേ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വാമൊഴിയാണ്. വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഭയമായിരുന്നു. ആ ഭയം കൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്താണ് സോഡാപ്പൊന്നപ്പൻ പറഞ്ഞത്? ആ ഓഡിയോ ആണല്ലേ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത്? ആ ഓഡിയോട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൊന്നതിനെ കുറിച്ചാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണോ? ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് പിന്നെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നെന്നാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടില് കൊന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സോഡാപ്പൊന്നപ്പനെ എങ്ങനെയാണ് പിന്നെ സെബാസ്റ്റ്യനും ഇയാളുമായിട്ടുള്ള ബന്ധം? ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇവരെല്ലാം റിയൽ എസ്റ്റേറ്റുകാരാണ്. ഞാൻ ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സോഡാപ്പൊന്നപ്പൻ പറയുന്നുണ്ട് പിന്നെ ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം.
ഇവരെ രണ്ടുപേരെയും വിളിച്ച് നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പറയും. ഇവർക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇവർ വട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട്, അറിയാമല്ലെന്ന് പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭൻ, അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ കള്ളത്തരാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ക്രൈംബ്രാഞ്ച് ആ ചോദ്യം ചെയ്ത് പലാവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും. അദ്ദേഹം എന്താ പറയുന്നത് അറിയത്തില്ല. അതറിയില്ല. അതിന് ചോദ്യം ചെയ്തതിൻ്റെ ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവരിപ്പോഴും സമൂഹത്തിൽ വെലസ് നടക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടോ? ഈ ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ വെച്ച് സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടോ? ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവർത്തി അവിടെ വരാറുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിലും ഇയാൾ പോകാറുണ്ടായിരുന്നു. പള്ളിപ്പുറത്താണ് വീട്, പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റ്യനെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴായിരുന്നത് അത് ഒരു എനിക്ക് വർഷം ഓർമ്മയില്ല. അയാൾ അവിടെ താമസം ആയതിനു ശേഷമാണ്, ഈ ബിന്ദുവിന്റെ മിസ്സിങ്ങിന് ശേഷമാണ് സെബാസ്റ്റ്യൻ അവിടെ നിന്നത്. പക്ഷെ അന്നേരം എനിക്ക് അറിയത്തില്ല സെബാസ്റ്റ്യനാണ് ആ നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല. അയാൾ പോയതിന് ശേഷം ഞാൻ ചോദിച്ചാൽ അത് ആരാ വന്നത്, അയാൾ വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കണമല്ല, എന്തേ അകത്ത് കയറ്റാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്തിൻ്റെ ബ്രോക്കറാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വിടുകയും ചെയ്ത്. ഇയാൾക്ക് മട്ടാഞ്ചേരിയിലൊക്കെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് എപ്പോഴും ഇരുന്ന് പറയും. പിന്നെ പോലീസുകാരൊക്കെ ആയിട്ട് ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടെന്ന് പറയും. അപ്പം അത് കാരണം നമ്മളത് വിട്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ഭയങ്കര ഒരു ക്രൂരനാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ, അയാൾ കൊല്ലാൻ വരെ മടിക്കില്ലാത്ത ആളാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ ആ പൂച്ചയെ, അയാൾ വളർത്തുന്ന പൂച്ചയെ കൊന്ന് നിങ്ങളെ മുന്നിൽ കാണിച്ചത്? ആ, പൂച്ചയെ കൊന്നു. പൂച്ചേനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കിട്ടടിച്ചിട്ട് പൂച്ച ബോധം എന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കണം. അത് കറങ്ങുന്നത് കണ്ട് ഇയാള് അതൊരു ആസ്വദിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പിറ്റേ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം അല്ലെ, ഈ മറ്റ് ബിന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ആ പൂച്ചനെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ വീടുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട. കുഴിച്ചിടാൻ നിങ്ങളെ വിളിച്ചോ? കുഴിച്ചിടാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് രാവിലെ ഫോൺ വന്ന് ആ പൂച്ച ചത്തുപോയി കുഴിച്ചിടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ചേട്ടനടി ചെന്ന് കുഴി വെട്ടി കുഴിയിലിട്ട് മൂടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അയാളുടെ വീടുമായിട്ട് യാതൊരു സഹകരണവും വേണ്ട. എന്താണെന്ന് വെച്ചെന്നാൽ അത് വലിയ കുഴപ്പത്തിലേ കലാശിക്കുകയുള്ളൂ. നമുക്കറിയില്ലായിരുന്നല്ലോ ഇയാൾ ഇങ്ങനത്തെ ആളാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം വേണ്ട ചേട്ടാ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞങ്ങൾ ഉടക്കി പിരിയണത് തന്നെ. പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല. പിന്നെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് വന്ന് എത്ര നേരം ഉണ്ടായിരുന്നു? ഏത് വർഷമായിരിക്കും ഇത്? വർഷം കൃത്യമായിട്ട് ഓർക്കണില്ല. അയാൾ അവിടെ താമസമായതിന് ശേഷമാണ് എനിക്ക് തോന്നണത്. താമസമായത് ഒരു 2012 താമസമായത്. ഒരു എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ 2021. അപ്പോൾ ആ ഒരു 20-21 ഉള്ളിലാണ് സെബാസ്റ്റ്യൻ അവിടെ വന്നിരിക്കുന്നത്. അയാൾ വന്നിട്ട് പെരേടകത്തൊന്നും കയറ്റിയില്ല. ഒരു മുഷിഞ്ഞ അയാളെന്തോ എവിടെയോ യാത്ര പോയിച്ച് വന്നതുപോലെ എനിക്ക് തോന്നിയത്. മുഷിഞ്ഞ ഫ്രഷായിട്ട് കേസ്, രണ്ടാമത് കേസ് കൊടുത്ത് സഹോദരൻ കേസ് കൊടുത്ത സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അയാളെ കാണുന്നത് അവിടെ. അതെ, അതിനുശേഷമാണ് കാണുന്നത്. പിന്നെ ഈ സെബാസ്റ്റ്യനും ഒരുപക്ഷെ ഫ്രാങ്ക്ലിനും തമ്മിൽ പണമിടപാട് ഉണ്ടാവും അല്ലേ? ഉണ്ട്. അവരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഫ്രാങ്ക്ലിൻ പോകാറുണ്ടായിരുന്നെന്നും ഇവിടെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. ഇവിടെയും വരാറുണ്ട്, ഇടക്കിടക്കൊക്കെ ഇവിടെ വരാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. സംസാരത്തിൻ്റെ ഇടക്ക് പറഞ്ഞതാണ്. ഈ പൊന്നപ്പൻ പറഞ്ഞ സോഡാപ്പൊന്നപ്പൻ പറഞ്ഞൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അതായത് ഈ പ്രോപ്പർട്ടി അവർ ബിന്ദുവിനെ ചതിച്ച് വിറ്റു, മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തി അല്ലേ പറഞ്ഞു? മയക്കുമരുന്ന് കൊടുത്ത് കൊന്നെന്നാണ് ഇപ്പൊ സോഡാപ്പൊന്നപ്പൻ പറഞ്ഞിരിക്കുന്നത്. ആ വോയിസിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോഡാപ്പൊന്നപ്പൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആ വോയിസിലൂടെ കേട്ടത് മാത്രമേ അയാളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മറ്റുള്ള വിവരമൊന്നും അയാളിൽ നിന്ന് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പോ അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം അത് അന്നേരം മുതൽ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ പെണ്ണിൻ്റെ ഒരു ആത്മാവിൽ നിന്ന് പറയണതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഞാനിത് ആരെടുത്ത് എത്തിക്കും, എങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് വന്നപ്പോഴാണ് എൻ്റെ ബ്രദർ വഴി ഞാനിത് കൊടുക്കുന്നത് തന്നെ. ബ്രദർ പോലീസിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തത്. പുള്ളിക്കാരനാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. അവിടുന്ന് ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളും എടുക്കാനും അന്വേഷണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പല ആവർത്തി കൊണ്ടുപോയി അന്വേഷിച്ചെന്നൊക്കെ പറയുന്നു. അന്വേഷിച്ചിട്ടുണ്ടാകും. പക്ഷേ എങ്ങും എത്താതെ നിന്നുകൊണ്ട് ഇത് പുറം ലോകം അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്.
അതാണ് അവർ പറയുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനൊരു വിവരം അറിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സഹോദരനായ പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ഈ വോയിസ് ക്ലിപ്പ്, ഈ സോഡാപ്പനപ്പനുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിനും ഇത് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘവും വിശദാംശങ്ങൾ തേടുകയാണ്. വളരെ നിർണായകമായ, അതായത് ബിന്ദു പത്മനാഭൻ എന്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി മാത്രമല്ല, ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ള നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇതുവരെയും നമ്മൾ പറഞ്ഞ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് എന്നായിരുന്നു, അത് ഒരു കൊലപാതക കേസ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ശബ്ദ രേഖ പുറത്തുവിടുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തിന് കൊന്നു, ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ബിന്ദു പത്മനാഭനെ കൊന്നത് സെബാസ്റ്റ്യൻ തന്നെയാണ്, സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്നാണ്. എവിടെ വെച്ച് കൊന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിലുള്ളത്. അശ്വതി, ഇതിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞ വാക്ക്, അതായത് കഴിഞ്ഞ ദിവസം പ്രവീൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ ഘട്ടത്തിൽ പ്രവീൺ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് താൻ തന്റെ സഹോദരിയെ കാണാതില്ല എന്ന് പറഞ്ഞ വെറും ഒരു വരിയിൽ ഒതുക്കിയ പരാതിയല്ല നൽകിയത്, മറിച്ച് 3 ഏക്കറോളം വരുന്ന ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ ഉൾപ്പെടെ അന്യാധീനപ്പെടുന്ന രീതിയിൽ ഇവർ കൈവശമാക്കി, അതായത് വ്യാജരേഖകൾ ഉണ്ടാക്കി കൈവശമാക്കി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ, അതിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള നിർണായക തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചാണ്, ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ വെച്ചായിരുന്നു പ്രവീൺ പരാതി നൽകിയത്. പക്ഷേ ആ പരാതി കാര്യമായി അന്വേഷിക്കപ്പെട്ടില്ല. അതായത് ഒരു സ്ത്രീയെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായ സൂചന പ്രവീണിന്റെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു തിരോധാന കേസും അതിനപ്പുറത്തേക്ക് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കി സ്വത്ത് തട്ടിയെടുത്ത കേസിൽ ആ ഫോർജറി കേസുകളുമായി ആ കേസ് മാറി എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം. എന്നാൽ ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പുറത്തുവിട്ട ഇപ്പോൾ കടക്കരപ്പള്ളി സ്വദേശിനി, അതായത് ബിന്ദുവിന്റെ നാട് കടക്കരപ്പള്ളിയാണ്, കടക്കരപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ശശികല എന്ന സ്ത്രീയാണ് നമ്മളോട് നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ശശികല 4 വർഷം മുമ്പ് ഈ സോഡാപ്പന്നപ്പൻ എന്ന വ്യക്തി, അതായത് ഇയാളൊരു ദല്ലാളാണ്, ഈ സോഡാപ്പന്നപ്പൻ എന്ന വ്യക്തിയിൽ നിന്ന് നടത്തിയ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ, ആ ശബ്ദ രേഖയാണ് നമ്മൾ പുറത്തുവിട്ടത്. അത് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ഫ്രാങ്കിൾ എന്ന ഇവരുടെ അയൽവാസി, അതായത് ഒരേ കോമ്പൗണ്ടിൽ തൊട്ടടുത്തടുത്ത് താമസിക്കുന്ന വീടുകളാണ് ഫ്രാങ്കിളിന്റെയും ശശികലയുടെയും. ഫ്രാങ്കിൽ നിന്നാണ് ആദ്യമായി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം താൻ കേൾക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ബിന്ദുവുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന സമയത്ത്, അതായത് 2017 പരാതി നൽകുന്നത്, ആ ഘട്ടത്തിൽ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്ന സമയത്ത് ഈ ബിന്ദുവിന്റെ തിരോധാനത്തെ കുറിച്ച് അറിയുമോ എന്നതിനെ സംബന്ധിച്ച്, അതായത് ബിന്ദു ഈ പ്രദേശത്തുള്ളതാണ്, കടക്കരപ്പള്ളിയിൽ തന്നെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സംഭാഷണം, ഇവർ തമ്മിലുള്ള സംഭാഷണം, അയൽവാസികളാണ്, ഇവർ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നതിനിടയിലാണ് ഫ്രാങ്കിൽ ഈ കാര്യം വെളിപ്പെടുന്നത്. അതായത് അടുത്ത സൗഹൃദം ഈ 2 കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്, അവളൊക്കെ കൊന്നു കുഴിച്ചുമൂടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഫ്രാങ്കിൽ നിന്ന് മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. എങ്ങനെ സംഭവിച്ചപ്പോൾ കരുത്തുള്ള ആണുങ്ങൾ വന്ന് കൊന്നിട്ട് പോയി എന്നുള്ള മറുപടി നൽകുകയും ചെയ്തു. മാത്രമല്ല ബിന്ദുവിനെ കുറിച്ച് വളരെ മോശമായി ഇയാൾ അന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് മദ്യപിക്കും, മാത്രമല്ല നമ്മളുടെ കൂടെ ഇരുന്നവരെ മദ്യപിച്ചിരുന്ന ആളാണ് എന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ ഇയാൾ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് ഇയാളെ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് ഫ്രാങ്കിൽ എന്നാണ് ശശികല പറയുന്നത്. അങ്ങനെ ഉള്ള ഇയാളിൽ നിന്ന് പിന്നീട്, അതായത് ഈ വിവരം ഇവരോട് സംസാരിച്ചതിന് ശേഷം ഇയാളുടെ പ്രവർത്തികൾ മുഴുവൻ സംശയാസ്പദമായിരുന്നു എന്നുള്ളതാണ്. അതായത് വീട്ടിൽ അരുമയായി അയാൾ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ട് അടിച്ച ശേഷം ഇയാൾ പിറ്റേ ദിവസം ഈ തൊട്ടടുത്ത ഉള്ള വീട്ടിലുള്ള ഇവരെ വിളിച്ചിട്ട് ഈ പൂച്ചയെ അടിച്ചു എന്ന് ഇയാൾ പറയുവാണ്. അപ്പൊ ഈ പൂച്ച വേദന കൊണ്ട് പിടയുന്നത് കണ്ട് ഇവർ തിരിച്ചു പോന്നു എന്നുള്ളതാണ് ശശികല പറഞ്ഞത്. അപ്പൊ തന്നെ ഈ ഭയം തോന്നിയിരുന്നു. കാരണം ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്, അതായത് ഇവരെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം ഈ പൂച്ച ചത്തു എന്ന് പറഞ്ഞ് ശശികലയുടെ ഭർത്താവിനെ വിളിക്കുകയാണ്, കുഴിച്ചിടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഇയാൾ വിളിക്കുകയാണ്. അന്ന് തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ള മാനസിക നിലയിലേക്ക് തങ്ങൾക്ക് ഭയമാണ് ഫ്രാങ്കിളിനെ കുറിച്ച് തോന്നിയത് എന്നുള്ളതാണ് ശശികല വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ശശികല ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നതും പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ടപ്പോഴാണ് സെബാസ്റ്റ്യൻ, അവിടെ ആ വീട്ടിൽ വന്ന ആൾ സെബാസ്റ്റ്യനാണ്, ഫ്രാങ്കിളിന്റെ വീട്ടിൽ വന്ന ആൾ സെബാസ്റ്റ്യനാണെന്ന് ഇവർ തിരിച്ചറിയുകയും ചെയ്തതെന്നുള്ളതാണ്.
ഈ 2017 കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് സെബാസ്റ്റ്യൻ ആ വീട്ടിലെത്തിയത്, ഫ്രാങ്ക്ലിന്റെ വീട്ടിലെത്തിയത് എന്ന് ആണ് ഇവർ പറയുന്നത്. മുഷിഞ്ഞ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്, വെള്ള ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു ഇയാൾ ഇട്ടിരുന്നത് എന്നും പറയുന്നു. വീടിനകത്ത് കയറിയില്ല, വീടിന് പുറത്താണ് ഇയാൾ നിന്നിരുന്നത് എന്നുള്ളതും പിന്നീട് ഫോട്ടോ കണ്ടപ്പോൾ അത് സെബാസ്റ്റ്യൻ ആണെന്ന് താൻ തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ അന്വേഷണത്തിനിടയിലാണ് ഈ പൊതുപ്രവർത്തക കൂടിയാണ് നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവച്ച ശശികല. ആ അന്വേഷണത്തിനിടയിലാണ് ഇവർക്ക് ഈ സോഡ പൊന്നപ്പൻ എന്ന വ്യക്തിയുമായുള്ള സംഭാഷണം, അതായത് ശശികലയുടെ വീടിന്റെ പ്രോപ്പർട്ടി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഡ പൊന്നപ്പൻ അവിടെ ഇവരുമായി വീട്ടിലേക്ക് എത്തുന്നതും സൗഹൃദത്തിലാവുന്നതും. ആ ഘട്ടത്തിലാണ് ഫ്രാങ്കിളിനെ സംബന്ധിച്ചും സെബാസ്റ്റ്യനെ സംബന്ധിച്ചും നിർണായകമായ വെളിപ്പെടുത്തൽ ഫോൺ സംഭാഷണത്തിനിടയിൽ ശശികലയോട് ഇയാൾ നടത്തിയത് എന്നുള്ളതാണ്. ഈ ശശികലയുടെ ബിന്ദു പത്മനാഭന്റെ വീട് നമുക്കറിയാം, കടക്കരപ്പള്ളിയിലെ പുരയിടം വലിയൊരു വീടും പുരയിടവും കൂടിയാണ് തുച്ഛമായ വിലയ്ക്ക് ഒരു പോലീസുകാരന് വിറ്റത്. അന്ന് ആദ്യത്തെ കച്ചവടം ഉറപ്പിക്കുന്നത് സോഡാ പൊന്നപ്പൻ വഴിയാണ് എന്നുള്ളതാണ്. അതായത് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നത് സോഡാ പൊന്നപ്പനാണ്. മാത്രമല്ല ആ വീട് വിറ്റതിന് ശേഷമുള്ള വീടിനകത്തുള്ള തേക്കിന്റെ ഉൾപ്പെടെയുള്ള നിരവധി ഉരുപ്പടികളുള്ള വീട്, വലിയ വീടാണിത്. ആ വീടിന്റെ ഉരുപ്പടികൾ ഉൾപ്പെടെ വിറ്റത് താനാണെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ വീടിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന തടി വെട്ടി വിറ്റു എന്ന അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല സെബാസ്റ്റ്യനെയും ഫ്രാങ്കിളിനെയും ബിന്ദുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് താനാണ് എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. അന്ന് ഇവന്മാര് സ്ഥലക്കച്ചവടവുമായി നടക്കുകയാണ് എന്നുള്ള ഭാഷയാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഇവരെ കൊണ്ടുപോയി ബിന്ദുവുമായി ബന്ധപ്പെടുന്നത്. പക്ഷേ പിന്നീട് ബിന്ദുവുമായി ഇവർ വലിയ സൗഹൃദത്തിലേക്ക് പോവുകയും ഒരുമിച്ചിരുന്ന, കാരണം ബിന്ദു അവിടെ അന്ന് ഒറ്റയ്ക്കാണ്, ഒരുമിച്ചിരുന്നുള്ള മദ്യപാനവും മറ്റ് അവിടെ തമ്പടിച്ചിട്ടുള്ള പരിപാടികളുമായിരുന്നു എന്നുള്ളതാണ് പൊന്നപ്പൻ പറയുന്നത്. ഒരു ദിവസം സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു കരണത്തടിച്ചു. അക്കാര്യം ഉൾപ്പെടെ തനിക്കറിയാം. കരണത്തടിച്ച ബിന്ദു സെബാസ്റ്റ്യൻ തന്റെ അടുത്തേക്ക് വന്നപ്പോൾ താൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ എന്തിനാണ് തന്റെ കരണത്തടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അക്കാര്യം അടിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ള നിർണായകമായ വിവരങ്ങളൊക്കെ ഇയാൾ പങ്കുവെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കടക്കരപ്പള്ളിയിലെ ബിന്ദുവിനെ അവരുടെ സ്വത്തുക്കൾ ഇവർ തമ്മിൽ തെറ്റിയതിനു ശേഷം, പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റിയതിനു ശേഷം ബിന്ദുവിനെ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ ലഹരി മരുന്ന് കൊടുത്ത് ബോധരഹിതയാക്കിയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണവും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇയാൾ പറയുന്നത് ഈ കാര്യങ്ങൾ പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രാങ്ക്ലിൻ തന്നെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പണം ഫ്രാങ്ക്ലിന്, അതായത് ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് പണം നൽകാനായുള്ള ശ്രമവും നടന്നു എന്നുള്ളത് അയാൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ബിന്ദുവിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും കിടക്കുന്ന കിടപ്പുമുറിയിലെ ബെഡിനുള്ളിൽ പണം ഒളിപ്പിച്ച നിലയിലുണ്ടായിരുന്നു. ആ ബെഡ് നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിലുള്ള ഓഫർ തനിക്ക് വെക്കുകയും ചെയ്തു എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ ഇയാൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ള രീതിയിൽ വ്യാപകമായൊരു പ്രചരണം ഇവർ പിന്നീട് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഭൂമിയും ഉൾപ്പെടെ, അതായത് ബിന്ദുവിന്റെ ഓരോ പ്രോപ്പർട്ടിയും വിറ്റതുൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണമാണ് ഇയാൾ നടത്തുന്നത് എന്നുള്ളതാണ്. അശ്വതി. ശരി ശരണി, എന്തായാലും ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ, അതിനുള്ള തെളിവാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്.